നമ്മളിന്ന് ഇവിടെ നമ്മളൊരു ബിൽഡിങ്ങിന്റെ ഫൂട്ടിങ് ഇവിടെ ഇപ്പോൾ സെറ്റിംഗ് ഔട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സെറ്റിംഗ് ഔട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നറിയേണ്ടവർക്ക് ഈ വീഡിയോ ഫോളോ ചെയ്യാം. വന്നോളൂ. ഒന്നാമതായി നമ്മൾക്കുണ്ടാവേണ്ടത് ഒരു റെഡി ടു സെറ്റിംഗ് ഡ്രോയിങ് ആണ്. അതെങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് കയറി നോക്കാവുന്നതാണ്. രണ്ടാമതായി നമ്മൾക്കുണ്ടാവേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രിഡ് ലൈൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. സൈറ്റിൻ്റെ കൃത്യമായ സെറ്റ് ബാക്കുകൾ കറക്റ്റ് ചെയ്തിട്ട് വേണം ആ ഗ്രിഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്യാൻ. അങ്ങനെ ആ ഗ്രിഡ് ലൈൻ മാർക്ക് ചെയ്തതിന് ശേഷം മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ബിൽഡിങ്ങിൻ്റെ കട്ടിങ്ങുകളും മറ്റുമെല്ലാം ഒഴിവാക്കി നമുക്ക് കിട്ടാവുന്ന ഏറ്റവും നീളവും വീതിയും കൂടിയ ഒരു റെക്റ്റാങ്കിൾ നമ്മൾ മാർക്ക് ചെയ്യുക. ആ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ മൂലയും 90 ഡിഗ്രി അല്ലേ എന്നുള്ളത് പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ എൻഷുർ ചെയ്യുക. ഈ വലിയ റെക്റ്റാങ്കിളിൽ നിന്നും ഉള്ളിലേക്കും മുകളിലേക്കും പിന്നിലേക്കുമൊക്കെയായി നമുക്ക് ആവശ്യമുള്ള ഗ്രിഡുകൾ അടിച്ച് എല്ലാ ഗ്രിഡുകളും ഇതിനെ ബേസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ സെറ്റിംഗ് ഔട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. ഇനി ഇത് സെറ്റിംഗ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ചെയ്യേണ്ടത് പെർമനന്റ് മാർക്കിംഗ് ആണ്. സൈറ്റിൽ കിട്ടാവുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു പെർമനന്റ് മാർക്കിംഗ് നമ്മൾ തയ്യാറാക്കേണ്ടതാണ്. അങ്ങനെ ഗ്രിഡ് മാർക്കിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അഞ്ചാമത്തെ പോയിന്റ് ആയിട്ട് നമുക്ക് വരുന്നത് ഫൗണ്ടേഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ ഫൂട്ടിംഗ് ആണ് ചെയ്യുന്നത്, അതുപോലെ തന്നെ കോളത്തിന്റെ സെന്റർ ആണ് അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. പിന്നെ അടുത്തത് ഫൂട്ടിംഗ് മാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഫൂട്ടിംഗ് മാർക്ക് ചെയ്യുമ്പോൾ PCCയുടെ വലുപ്പവും ഒരല്പം കൂടി വലുപ്പവും കൂടുതൽ ഇട്ടിട്ട് വേണം മാർക്ക് ചെയ്യാൻ. കാരണം നമുക്ക് എക്സ്കവേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും അത് താഴേക്ക് എത്തുമ്പോൾ കുഴി ചെറുതാവാനുള്ള സാധ്യതയുണ്ട്. അത് മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ച് വലിയ മാർക്കിംഗ് തന്നെ ചെയ്യുക. ഏഴാമതായി നമ്മൾ ചെയ്യേണ്ടത് ഗ്രൗണ്ട് ലെവൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ബിൽഡിങ്ങിന്റെ ഗ്രൗണ്ട് ലെവൽ സെറ്റ് ചെയ്യുമ്പോൾ റോഡ് ലെവലിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് 15 സെന്റിമീറ്റർ എങ്കിലും ഉയർത്തി നിർത്താൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ കണ്ട ഗ്രൗണ്ട് ലെവൽ നമ്മൾ കൃത്യമായി മാർക്ക് ചെയ്തു വെക്കുക. പിന്നീട് നമ്മൾ എക്സ്കവേഷനിലേക്ക് കടക്കുക. എക്സ്കവേഷൻ ചെയ്യുന്ന സമയത്ത് സൈഡ് ഇടിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. ലൂസ് ഓയിൽ ആണെങ്കിൽ സൈഡ് ഇടിഞ്ഞു പോവാതിരിക്കാനുള്ള മെഷേഴ്സും മെത്തേഡ്സും കൈക്കൊള്ളുക. സെറ്റിംഗ് ഔട്ടിന്റെ ചെക്ക് ലിസ്റ്റിന്റെ ലിങ്ക് വേണ്ടവർ ഈ വീഡിയോയുടെ താഴെ ചെക്ക് ലിസ്റ്റ് എന്ന് കമന്റ് ചെയ്യുക.